ജൂവണിന്റെ അമ്മ റായ്മിന്റെ വീട്ടിലെത്തി. 13 വർഷങ്ങൾക്ക് മുമ്പ് ജൂവണിനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് അവളുടെ അച്ഛൻ കൊല്ലപ്പെട്ടത് എന്നറിയിക്കുന്നു. അവളുടെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായ ജൂവണിന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോകണം, അവൾക്ക് എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും നൽകാൻ തയ്യാറാണ് എന്നൊക്കെ അമ്മ അവളോട് പറയുന്നു. പക്ഷേ റായ്മിന് അതിനൊരു മറുപടി നൽകാൻ കഴിയുന്നില്ല. ആദ്യം അപേക്ഷയായിട്ടാണ് അവരത് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിലും പിന്നീട് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവർ അവളോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? എത്രയും പെട്ടെന്ന് ജൂവനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ നിനക്ക് അർഹതപ്പെട്ട പണം നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് വളരെ ദേഷ്യത്തിൽ അവളോട് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. റായും ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. കുറച്ച് ഷൂട്ട് ബാക്കിയുണ്ട് എന്ന് കള്ളം പറഞ്ഞിട്ടായിരുന്നു അവൾ ജൂവന്റെ അടുത്ത് നിന്ന് അവിടെ കൂടി വന്നത്. അവൾ ആക്ഷൻ സ്കൂളിലേക്കായിരിക്കും പോയത് എന്ന് കരുതി അവൻ അവളെ അന്വേഷിച്ച് ആക്ഷൻ സ്കൂളിലെത്തുന്നു. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവിടെ അങ്ങനെ ഒരു എക്സ്ട്രാ ഷൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അറിയുന്നത്. അങ്ങനെ അവൻ വീണ്ടും അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് അയോങ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. റായും അയോങ്ങിനോടും കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവൾ അപ്പോഴും കരയുകയായിരുന്നതിനാൽ അയോങ് അവളുടെ അടുത്തിരുന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂവൻ വാതിൽ മുട്ടി വിളിച്ചപ്പോൾ വാതിൽ തുറക്കാൻ അയോങ്ങിനെ പറഞ്ഞയച്ചിട്ട് അവൾ മുഖം കഴുകാനായി ബാത്റൂമിലേക്ക് പോകുന്നു. മുഖം കഴുകി തുടച്ചിട്ടൊക്കെയാണ് വന്നതെങ്കിലും റായും കരയുകയായിരുന്നു എന്ന് ജൂവന് മനസ്സിലാവുന്നുണ്ട്. അതിനെപ്പറ്റി അവൾ തന്നോട് പറയില്ല എന്ന് തോന്നിയതിനാൽ കുറച്ച് ഫ്രൂട്ട്സ് തനിക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞ് അവൻ അവളെ പുറത്തേക്ക് പറഞ്ഞയച്ചിട്ട് അയോങ്ങിനോട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു. പക്ഷെ അയോങ് അവനോടൊന്നും പറയാൻ തയ്യാറാവുന്നില്ല. റായും ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോയത് എങ്ങോട്ടായിരിക്കും എന്ന് ചോദിച്ചറിഞ്ഞ് അവൻ അവിടെ അടുത്തുള്ള ഫ്രൂട്ട്സ് വിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ഷോപ്പിന് മുന്നിൽ ഫ്രൂട്ട്സിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് റായും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദൂരെ നിന്ന് തന്നെ അവനത് കാണുന്നുണ്ട്. അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ അവനും വിഷമം വരുന്നു. അധിക സമയം അത് അങ്ങനെ കണ്ടു നിൽക്കാൻ അവന് കഴിയുന്നില്ല. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് അന്വേഷിക്കുന്നു. ഫ്രൂട്ട്സിന്റെ വില ഭയങ്കരമായി കൂടിയതുകൊണ്ടാണ് ഇത് വാങ്ങാനുള്ള പണം എൻ്റെ കയ്യിലില്ല, നീ എന്തിനാണ് എന്നെ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പറഞ്ഞയച്ചത് എന്നൊക്കെ റായും കരച്ചിലിനിടയിലൂടെ ചോദിക്കുന്നു. എൻ്റെ അമ്മ നിന്നെ വന്ന് കണ്ടിരുന്നു എന്ന് അവൻ ചോദിച്ചെങ്കിലും അവൾ അതും പറയാൻ തയ്യാറാവുന്നില്ല. പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നതിനാൽ റായ്മിന്റെ മുഖമൊക്കെ തണുത്ത് മരവിച്ചിരിക്കുകയായിരുന്നു. അവൻ കഴുത്തിൽ കിടന്നിരുന്ന ഷോൾ എടുത്ത് അവളുടെ കഴുത്തിൽ ചുറ്റിക്കൊടുത്തിട്ട് അവന്റെ കൈയുറകളും ഊരി അവൾക്ക് ഇട്ടുകൊടുത്തിട്ട് തിരികെ വീട്ടിലേക്ക് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ അത്യാവശ്യമായി അമ്മ ഹോങ്കോങ്ങിലേക്ക് പോയിരിക്കുകയാണ്, അവിടെ ഇല്ല എന്നാണ് അസിസ്റ്റന്റ് അവനോട് പറഞ്ഞത്. അമ്മ അകത്തുണ്ടായിട്ട് തന്നെ കാണാൻ തയ്യാറാവാത്തതാണ് എന്ന് അവന് മനസ്സിലാവുന്നു. ഇനി മുതൽ എനിക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് അമ്മയോട് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടാണ് അവൻ പോയത്. അവന്റെ അമ്മ കുറച്ച് മുകളിൽ നിന്ന് തന്നെ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇനി മുതൽ ഫുൾ ടൈം റായ്മിനെ വാച്ച് ചെയ്യാൻ അമ്മ അസിസ്റ്റന്റിന് നിർദ്ദേശം നൽകുന്നു. ഓസ്കാർ യൂൻസോളിന്റെ പിണക്കം മാറ്റാനുള്ള ശ്രമത്തിലാണല്ലോ. അങ്ങനെ അവളുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് സോൺ അന്ന് രാജ്യം വിട്ട് പോവുകയാണ് എന്നറിയുന്നത്. അവൾ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അവൻ ഉടനെ തന്നെ അവനെ തിരികെ വിളിക്കാനായി പോകുന്നു. ഓസ്കാർ പല വിധത്തിൽ നിർബന്ധിച്ചിട്ടും സോൺ അവന്റെ ഒപ്പം തിരികെ പോകാൻ തയ്യാറാവുന്നില്ല. അവസാനം ഓസ്കാർ അവനെ പൊക്കിയെടുത്തുകൊണ്ടാണ് അവൾ അതിന് പോയത്. അടുത്ത ദിവസം റായും ആക്ഷൻ സ്കൂളിലായിരുന്ന സമയത്താണ് അവൾക്ക് ഇംഗ്ലീഷ് സിനിമയിലേക്ക് സെലക്ഷൻ കിട്ടി എന്നുള്ള കോൾ വരുന്നത്. ജൂവൺ അങ്ങനെ ഡയറക്ടറെയും കൂടെ ഉള്ളവരെയും പ്രൈവറ്റ് ജെറ്റിൽ അവിടെ കൊണ്ടുവന്ന് അവളുടെ ഷൂട്ടിംഗ് കാണിച്ചു കൊടുത്തതൊന്നും ജങ്സുവും അവളും അറിഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഒരു കോൾ വന്നപ്പോഴാണ് തങ്ങൾ അറിയാതെ അവളുടെ ഓഡിഷൻ നടന്നുവെന്നും അവൾക്ക് സെലക്ഷൻ കിട്ടിയെന്നുമൊക്കെ ജങ്സുവും അറിയുന്നത്. അവൻ അപ്പോൾ തന്നെ റായ്മിനെ വിളിച്ച് വിവരം പറയുന്നു. ജങ്സു റായ്മിന്റെ അടുത്തെത്തി പറഞ്ഞപ്പോഴാണ് ജൂവൻ തനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് റായ്ം അറിയുന്നത്. റായ്മിന് അപ്പോൾ തന്നെ അവനെ കാണണമെന്ന് തോന്നുന്നു. അങ്ങനെ ഡയറക്ടറോട് ചോദിച്ചിട്ട് അവൾ അപ്പോൾ തന്നെ പോകുന്നുണ്ട്. അവൻ ജോലിയുമായി ബന്ധപ്പെട്ട് ഏതോ തിരക്കിലായിരുന്നു. എവിടെയാണ് എന്ന് ചോദിച്ചറിഞ്ഞ് അവൾ അങ്ങോട്ടേക്കാണ് ചെന്നത്. പക്ഷെ അവന്റെ മുന്നിലേക്ക് ചെല്ലാതെ ദൂരെ നിന്ന് അവന്റെ ഫോണിലേക്ക് വിളിച്ചവൾ സംസാരിച്ചതേ ഉള്ളൂ. സെലക്ഷൻ കിട്ടിയതിനെ കുറിച്ച് അവൾ പറയുന്നുണ്ട്. സംസാരിക്കുന്നതിനിടയിൽ കരച്ചിൽ അടക്കാൻ കഴിയാതെ അവളുടെ ശബ്ദമൊക്കെ ഇടറി പോകുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൻ ചോദിച്ചപ്പോൾ ഷൂട്ടിങ്ങിന് സമയമായി എന്ന് പറഞ്ഞ അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ജൂവൻ ഇങ്ങനെ പ്രൈവറ്റ് ജെറ്റ് ഏർപ്പെടുത്തി ഓഡിഷന് വേണ്ടി ഡയറക്ടറെ കൊണ്ടുവന്നതൊക്കെ അവന്റെ അമ്മ ഇപ്പോഴാണ് അറിയുന്നത്. റായ്മിന്റെ പുറകെ നടന്ന് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ശരിക്കും ഭീഷണിപ്പെടുത്തേണ്ടത് ജൂവനെ ആണ് എന്ന് അവർക്കിതോടെ മനസ്സിലാവുന്നു. അങ്ങനെ അവർ അവരുടെ കമ്പനിയിൽ ഷെയറുള്ള ബോർഡ് മെമ്പേഴ്സിനെ എല്ലാം വിളിച്ചിട്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. ജൂവനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുകയാണ് അവരുടെ ഉദ്ദേശം. മീറ്റിംഗ് നടക്കാൻ 1 മണിക്കൂർ ബാക്കിയുള്ളപ്പോഴാണ് ജൂവൻ ഇതിനെപ്പറ്റി അറിയുന്നത്. ആ സമയത്ത് അവർ റായ്മിനെ വിളിച്ച് തന്റെ വീട്ടിലിരുത്തി സംസാരിക്കുകയായിരുന്നു. അവളുടെ തീരുമാനം എന്തായി എന്ന് അവർ ചോദിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ജൂവനെ ഉപേക്ഷിക്കാൻ തനിക്ക് കഴിയുകയില്ല. അത്രയ്ക്ക് ആത്മാർത്ഥമായി തങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകാൻ അനുവദിക്കണം എന്നൊക്കെയാണ് റായും പറഞ്ഞത്. പക്ഷെ അവർ അതിന് ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല. അവനെ പിരിയാൻ അവളും തയ്യാറാവുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ തർക്കമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജൂവന്റെ കോൾ വന്നത്. അവർ അത് സ്പീക്കറിലിട്ട് അവളെ കൂടി കേൾപ്പിക്കുന്നുണ്ട്. തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിപ്പിച്ചിരിക്കുന്നത് എന്ന് അവൻ അറിയാം. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും റായ്മിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അമ്മയ്ക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തോളൂ, എന്നാലും അവൾക്കൊപ്പം ജീവിക്കാൻ തന്നെയാണ് തന്റെ തീരുമാനമെന്ന് ജൂവൺ അറിയിക്കുന്നു.
കമ്പനിയിലെ സിറ്റുവേഷൻ അവൾക്കും മനസ്സിലാവുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വരില്ല, ജുവനെയാണ് ഞാൻ ഉപദ്രവിക്കാൻ തുടങ്ങുന്നത്. അവൻ്റെ എല്ലാം ഞാൻ തട്ടിയെടുക്കും. അവൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ അവൻ നിന്നെ വെറുക്കാൻ തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് അമ്മ അവളെ വീണ്ടും കുറേ ഭീഷണിപ്പെടുത്തുന്നു. അവൻ്റെ ജോലിയും സമ്പാദ്യവും എല്ലാം താൻ കാരണം നഷ്ടപ്പെടും എന്നൊക്കെ അറിഞ്ഞപ്പോൾ റായിമിന് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മനസ്സോടെ അല്ലെങ്കിലും അവനുമായി പിരിയാമെന്ന് അവൾ സമ്മതിക്കുന്നുണ്ട്. അടുത്ത ദിവസം ജൂൺ ഇല്ലാത്ത സമയത്ത് അവൾ അവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ലൈബ്രറിയിലുണ്ടായിരുന്ന ഒരു പുസ്തകത്തിൽ ഒരു പേപ്പർ വെക്കുന്നുണ്ട്. അവളത് വെച്ചിട്ട് മാറിയ സമയത്ത് ഓസ്കർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജൂവൻ ഇപ്പോൾ പുറത്തേക്ക് പോയി എന്ന് ഓസ്കർ പറഞ്ഞപ്പോൾ അത് അറിഞ്ഞിട്ട് തന്നെയാണ് താൻ അങ്ങോട്ടേക്ക് വന്നത് എന്ന് റായും പറയുന്നുണ്ട്. ജൂവനുമായി പിരിയാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഓസ്കയുമായി ഇങ്ങനെ തനിച്ച് കാണാനൊന്നും ചാൻസ് ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫാൻ മീറ്റിംഗ്സ് ഒന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല എന്നവൾ ചെറിയ വിഷമത്തോടെ അവനോട് പറയുന്നുണ്ട്. അവൾക്ക് ഇംഗ്ലീഷ് സിനിമയ്ക്ക് ചാൻസ് കിട്ടി, അതുകൊണ്ട് അവൾ പുറത്തേക്ക് പോവുകയാണ് എന്നാണ് ഓസ്കർ വിചാരിച്ചത്. അന്ന് അവൾ വീട്ടിലെത്തി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ജുവൻ കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് അവളെ കാണാൻ വന്നത്. അവൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യിച്ച ആ പ്രത്യേകം ജ്വല്ലറിയും അവൻ കൊണ്ടുവന്നിരുന്നു. അവളുടെ ആ പൊട്ടിയ ബാഗിൽ പിന്നുകളൊക്കെ കുത്തിയിട്ടിരുന്ന സ്ഥലത്ത് കർച്ചീഫ് കൊണ്ട് അവൾ ഒരു കെട്ടുണ്ടാക്കിയിട്ടിരുന്നല്ലോ. അതിന് പകരമായി അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർണമെന്റ് ആയിരുന്നു അത്. അവൻ തന്നെ അത് അവളുടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അന്ന് തന്നെ കാണാൻ വന്ന സമയത്ത് അവളെ ബാഗിൻ്റെ പേരിൽ അപമാനിച്ച് വിട്ടപ്പോൾ അവൾ വീടിനടുത്തിരുന്ന് കർച്ചീഫ് കൊണ്ട് അങ്ങനെ കെട്ടുന്നത് അവൻ ദൂരെ നിന്ന് കണ്ടിരുന്നല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിച്ചു കൊണ്ടുവന്നത് എന്ന് അവൻ പറയുന്നു. റായമിന് അത് വളരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ അവനുമായി പിരിയാമെന്ന് അവൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിയ ബാഗും കൊണ്ട് നടക്കുന്നു എന്നുള്ള കാര്യം എന്നെ എന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വന്നത്? എന്നെ അപമാനിക്കുകയാണോ ഇതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ച് അവൾ അവനോട് വെറുതെ വഴക്കുണ്ടാക്കുന്നു. ഇംഗ്ലീഷ് സിനിമയുടെ ഷൂട്ടിംഗ് അധികം വൈകാതെ തുടങ്ങും. ഇനി അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സമയമാണ്. ഇതിനിടയിൽ പ്രേമിച്ച് നടക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് എന്നെ കാണാനായി ഇങ്ങോട്ടേക്ക് വരരുത്, നമുക്കിടയിൽ കുറച്ച് അകലം പാലിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ അവൾ അവനോട് പറയുന്നുണ്ട്. പക്ഷേ നീ ആഗ്രഹിക്കുന്നത് പോലെ അങ്ങനെ നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. നിനക്ക് വേണ്ടി എത്ര വലിയ കാര്യമാണ് ഞാനിപ്പോൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്നതെന്ന് നിനക്കറിയാമോ? എന്ന് നിന്നെ കാണാൻ തന്നെ വരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അവൻ പറയുന്നു. പക്ഷെ റായും അവനുമായിട്ടുള്ള പിണക്കം കുറച്ചുകൂടി വലുതാക്കി അവരെ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞയക്കുന്നു. അവൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ കൊണ്ടുവന്ന ആ സാധനവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന് അവൾക്ക് അറിയുന്നുണ്ട്. ജൂൺ അന്ന് അവൾ പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും അടുത്ത ഒരു ദിവസം അവൾ ആക്ഷൻ സ്കൂളിൽ നിന്ന് തിരികെ എത്തുന്ന സമയത്ത് അവൻ അവളുടെ റൂമിനുള്ളിൽ നിൽപ്പുണ്ട്. അയോങ്ങിനോട് ചോദിച്ച് പാസ്കോഡ് മനസ്സിലാക്കിയാണ് അവൻ അകത്ത് കയറി നിൽക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ അവൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അന്ന് അവനെ ഒഴിവാക്കാൻ വേണ്ടി 13 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അപകടത്തിൽ അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ട ഫയർ ഫൈറ്റർ തൻ്റെ അച്ഛനാണ് എന്ന് അവൾ വെളിപ്പെടുത്തുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനായ ആളെ സ്നേഹിക്കാൻ ഇനി എനിക്ക് കഴിയില്ല, അതുകൊണ്ട് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ അവനെ അവിടെ നിന്ന് തിരിച്ചയക്കുന്നു. പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ എന്നറിയാൻ വേണ്ടി ജുവൻ തിരികെ എത്തി 13 വർഷങ്ങൾക്ക് മുമ്പ് അപകടം നടന്ന സമയത്തെ പത്രങ്ങൾ അസിസ്റ്റന്റിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് അതിൽ അങ്ങനെ ഒരു വാർത്തയുണ്ടോ എന്ന് തിരയുന്നു. അവസാനം അപകടത്തിന്റെ വാർത്തയും അവളുടെ അച്ഛൻ്റെ ഫോട്ടോയും അവൻ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ അത് സത്യം തന്നെയാണ് എന്ന് അവന് ബോധ്യമാവുന്നു. അങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് അവനും ആകെ വിഷമത്തിലാവുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അന്ന് നടന്ന സംഭവങ്ങളൊന്നും ഓർത്തെടുക്കാൻ അവന് പറ്റുന്നില്ല. റായും അച്ഛൻ്റെ മെമ്മോറിയൽ സ്ഥലത്തേക്ക് ഒരിക്കൽ കൂടി പോയി അവനെ ഇഷ്ടപ്പെട്ടു പോയതിന് അദ്ദേഹത്തിനോട് ക്ഷമ പറയുകയും മറ്റും ചെയ്യുന്നുണ്ട്. ആ ഇംഗ്ലീഷ് സിനിമയുടെ ഷൂട്ടിംഗ് അവിടെ തന്നെയാണ് നടക്കുന്നത്. ഷൂട്ടിംഗ് ദിവസം രാവിലെ റായും അങ്ങോട്ടേക്ക് പോവാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയോങ് തലേ ദിവസം രാത്രി കണ്ട ഒരു സ്വപ്നത്തെ പറ്റി അവളോട് പറയുന്നു. മുമ്പും അതേ സ്വപ്നം അയോങ് ഒരു തവണ കണ്ടിട്ടുണ്ടായിരുന്നു. അയോങ് കാണാറുള്ള മിക്കവാറും സ്വപ്നങ്ങളൊക്കെ സത്യമാവാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റിയും അവൾ റായുമിനോട് പറഞ്ഞത്. ജൂണും റായിമുമായിരുന്നു അവളുടെ സ്വപ്നത്തിലുണ്ടായിരുന്നത്. രണ്ടുപേരും നല്ല ഭംഗിയുള്ള വേഷം ധരിച്ച് ഒരു ടേബിളിൻ്റെ 2 വശത്തുമായി ഇരിക്കുന്നു. ആരോ ഒരാൾ അവിടെ നിന്ന് പൂക്കൾ കൊണ്ടുണ്ടാക്കിയ വൈൻ അവർക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ആരാണ് എന്ന് വ്യക്തമായിരുന്നില്ല. രണ്ടുപേരും വൈൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് ചുമന്ന റോസാപ്പൂക്കൾ മഴയായി പെയ്യാൻ തുടങ്ങി എന്നൊക്കെ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് അയോങ് അവളോട് പറയുന്നുണ്ട്. സ്വപ്നം കണ്ടത് അവളായതുകൊണ്ട് സ്വപ്നത്തിലുള്ള 3ാമത്തെ ആൾ അവൾ തന്നെ ആയിരിക്കണം. ചിലപ്പോൾ മുഖം വ്യക്തമായി കാണാൻ പറ്റാതിരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് റായും ഷൂട്ടിങ്ങിന് പോയത്. കാർ സ്റ്റണ്ട് ആയിരുന്നു ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. 3-4 തവണ അതിൻ്റെ ടേക്ക് എടുക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വീണ്ടും ടേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷൂട്ടിങ്ങിനായി റിസർവ് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് ഒരു വണ്ടി അതിക്രമിച്ച് കടന്നു കയറിയത്. വണ്ടി തടയാനായി അവിടെ നിൽപ്പുണ്ടായിരുന്നവരൊന്നും പറഞ്ഞത് അനുസരിക്കാതെയാണ് അയാൾ ഇടിച്ചു കയറി അങ്ങോട്ടേക്ക് ചെന്നത്. അങ്ങനെ ഒരു വണ്ടി എതിർവശത്ത് നിന്ന് വരും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഭയങ്കര സ്പീഡിലാണ് റായിമിൻ്റെ വണ്ടി ഷൂട്ടിന് വേണ്ടി ഡ്രൈവ് ചെയ്യേണ്ടിയിരുന്നത്. അതിക്രമിച്ച് കയറിയ ഈ വണ്ടി അപ്രതീക്ഷിതമായി അങ്ങോട്ടേക്ക് ചെന്ന് റായിമിൻ്റെ വണ്ടിയുമായി ആക്സിഡന്റ് നടക്കുന്നു. റായിം ഓടിച്ചിരുന്ന വണ്ടി നല്ല സ്പീഡിലായിരുന്നതിനാൽ ആക്സിഡന്റും വളരെ സീരിയസ് ആയിരുന്നു. എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നു. ജൂവൻ വീട്ടിലായിരുന്ന സമയത്ത് കിമ്മാണ് ഓടി വന്ന് അവനോട് വിവരം പറഞ്ഞത്. അങ്ങനെ അവൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്.
റായിമിന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു, ഇനി അവൾ ഒരിക്കലും ഉണരാൻ സാധ്യതയില്ല എന്നൊക്കെ പോകുന്ന വഴിക്ക് തന്നെ അവൻ അറിഞ്ഞിരുന്നു. ഒന്ന് കരയാൻ പോലും പറ്റാതെ മരവിച്ച മനസ്സുമായിട്ടാണ് അവൻ അവിടേക്ക് ചെന്നത്. ആക്ഷൻ സ്കൂളിലെ അംഗങ്ങളും അയോങ്ങും എല്ലാം അവിടെയുണ്ട്. റായിമിനെ റൂമിലേക്ക് മാറ്റുന്നുണ്ടെങ്കിലും അവളുടെ കാര്യത്തിൽ ഡോക്ടർമാർക്ക് ഇനി പ്രതീക്ഷയൊന്നുമില്ല. അവൾ ഇനി ഉണർന്നെഴുന്നേൽക്കാൻ യാതൊരു സാധ്യതയുമില്ല. ശരീരത്തിൽ ജീവൻ ബാക്കിയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ജൂവൻ അവളുടെ അടുത്ത് തന്നെ എപ്പോഴുമുണ്ട്. പക്ഷെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അവൻ മരവിച്ച മനസ്സോടെ തന്നെയാണ് ഇരുന്നത്. പിന്നെയാണൊന്ന് കരയാൻ പോലും അവന് പറ്റുന്നത്. ഒരു ദിവസം അവൻ തിരികെ വീട്ടിലെത്തി. അടുത്ത സമയത്ത് മഴ പെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽസ് എടുത്ത് അതൊരു ബുക്കിൽ കുറിച്ച് വെക്കുന്നുണ്ട്. ഈ സമയത്ത് ഓസ്ക അവിടേക്ക് വന്നപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് ഓസ്ക കാണാതെ അവൻ പെട്ടെന്ന് ബുക്ക് അടച്ചു വെക്കുന്നു. ലൈബ്രറിയുടെ ഭാഗത്തിരുന്നുകൊണ്ടാണ് അവൻ അത് എഴുതിക്കൊണ്ടിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റായിമിനെ അവിടെ വെച്ച് കണ്ടതിനെ പറ്റി ഓസ്ക അവനോട് പറയുന്നു. റായിം എവിടെയാണ് നിന്നിരുന്നത് എന്നും ഓസ്ക കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ എന്തെങ്കിലും മെസ്സേജ് പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ടാകുമോ എന്ന് സംശയം തോന്നുന്നതിനാൽ ആ ഭാഗത്തുണ്ടായിരുന്ന ബുക്സൊക്കെ ജൂവൻ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവൾ അവിടെ വെച്ചിട്ട് പോയ പേപ്പർ അവൻ കാണുന്നുണ്ട്. അവന്റെ ജീവിതത്തിൽ ഒരു മെർമെയ്ഡിനെ പോലെ നിശബ്ദമായി ഇല്ലാതായി പോകണമെന്നാണല്ലോ ആദ്യമൊക്കെ അവൻ അവളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ മെർമെയ്ഡ് പ്രിൻസിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകുന്നതിനെ പറ്റിയുള്ള സ്റ്റോറിയുടെ എൻഡിങ് പേജായിരുന്നു റായും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാവുന്നത് പോലെയാണല്ലോ ഇപ്പോൾ അവൾക്ക് പറ്റിയിരിക്കുന്ന അപകടവും. അതുകൊണ്ട് ജൂവൻ അത് കണ്ടപ്പോൾ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അവൻ അതും കയ്യിൽ പിടിച്ച് കുറേ സമയം കരയുന്നുണ്ട്. അന്ന് അവന്റെ അമ്മയ്ക്ക് കുറെ കാലത്തിന് ശേഷം അവൻ കുറച്ച് പൂക്കൾ സമ്മാനമായി കൊടുത്തയക്കുന്നു. മകൻ പഴയതുപോലെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. റായിമിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതോടെ അവൻ തിരിച്ചു വന്നിരിക്കുകയാണ് എന്നൊക്കെ വിചാരിച്ച് അമ്മ ശരിക്കും സന്തോഷിക്കുന്നു. അന്ന് രാത്രി ഓസ്കയ്ക്കൊപ്പം ജൂവൻ കുറേ സമയം ചെലവഴിക്കുന്നുണ്ട്. ഓസ്ക വെറുതെ പറഞ്ഞ തമാശകളൊക്കെ കേട്ട് മുമ്പ് ഒരിക്കലും ഇല്ലാത്തതുപോലെ അവൻ ഭയങ്കരമായി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഇത്രയ്ക്ക് ചിരിക്കാൻ വേണ്ടി താനൊന്നും പറയുന്നില്ല, അവൻ വെറുതെ ചിരിക്കുകയാണ് എന്നൊക്കെ ഓസ്കയ്ക്കും അറിയാം. എന്നാലും റായിമിന്റെ കാര്യത്തിൽ അവൻ വളരെ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് കുറച്ച് ആശ്വാസം കിട്ടുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഓസ്കയും വിചാരിക്കുന്നു. അത് മാത്രമല്ല, ഓസ്ക വളരെ കാലമായി അവന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കുറച്ച് വില കൂടിയ ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള ഷൂസും വാച്ചും ഒക്കെ ജൂൺ അവന് സമ്മാനിക്കുന്നുണ്ട്. മുമ്പ് പലതവണ വഴക്കുണ്ടാക്കിയിട്ട് പോലും അവനത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ മനസ്സോടെ കൊടുക്കുന്നത് എന്താണ് എന്ന് ഓസ്കിയെ മനസ്സിലാവുന്നില്ല. എന്തായാലും കിട്ടിയത് സന്തോഷത്തോടെ അവൻ സ്വീകരിക്കുന്നു. 21ാമത്തെ വയസ്സിലുണ്ടായ അപകടത്തിന് ശേഷം ഇതുവരെ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കാമെന്ന് ജൂൺ പറയുന്നുണ്ടെങ്കിലും ഓസ്കയ്ക്ക് അപ്പോൾ അതിന് മൂഡുണ്ടായിരുന്നില്ല. എനിക്കൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ പറ്റാത്തതിൽ നീ പിന്നീട് ദുഃഖിക്കും എന്ന് ജുവൻ പറഞ്ഞിട്ട് പോലും ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ ഓസ്ക വില്ലിങ് ആവുന്നില്ല. രണ്ടുപേരും കൂടി സംസാരിച്ചും വൈൻ കഴിച്ചുമൊക്കെ അവിടെ തന്നെ സോഫയിൽ കിടന്നാണ് ഉറങ്ങിയത്. ഓസ്ക ഉറക്കമായെങ്കിലും ജുവൻ അപ്പോഴും ഉറങ്ങിയിരുന്നില്ല. ഓസ്ക അവനുമായി വഴക്കുണ്ടാക്കുന്ന സമയത്തൊക്കെ മനഃപൂർവ്വം തനിക്ക് വേണ്ടി തോറ്റു തരാറുള്ളതാണ് എന്നൊക്കെ ജുവന് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ തൻ്റെ മുമ്പിൽ എപ്പോഴും തോറ്റു വന്നതിനൊക്കെ അവൻ ഓസ്കയോട് നന്ദി പറയുന്നുണ്ട്. ഓസ്ക പക്ഷേ ഉറക്കമാണ് എന്ന് മാത്രം. അതിനുശേഷം അവൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ജെങ്സു അവിടെ ഇരുന്ന റായിമിൻ്റെ പഴയ വീഡിയോ ഒക്കെ അവളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. റായിം കണ്ണുപോലും തുറന്നിട്ടില്ലെങ്കിലും അവൾ എപ്പോഴെങ്കിലും തിരികെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ജെങ്സു. ജുവൻ അതൊക്കെ പുറകിൽ നിന്ന് കണ്ടതല്ലാതെ അവരെ ശല്യപ്പെടുത്തുന്നില്ല. അതിനുശേഷം അവൻ തിരികെ എത്തി റായിമിന് വേണ്ടി ഒരു കത്ത് എഴുതുന്നുണ്ട്. ആ കത്ത് അവൾക്ക് കിട്ടുന്ന സമയത്ത് താൻ അവിടെ ഉണ്ടായിരിക്കില്ല എന്ന രീതിയിലാണ് അവനത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. മഴയുള്ള സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ട് അവിടേക്ക് പോയി അവരുടെ ബോഡി സ്വിച്ച് ചെയ്യാനാണ് അവനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ തയ്യാറെടുപ്പുകളൊക്കെ. അങ്ങനെ താൻ പോയി കഴിയുമ്പോൾ താനായിട്ട് അവൾ ജീവിക്കണം. ഇനി ഒരിക്കലും രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ഒരു ജീവിതം സ്വപ്നം കാണാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെ ഒരാളുടെ ശരീരവും മറ്റേയാളുടെ സോളുമായി ജീവിക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് എന്ന് കരുതിയാൽ മതി എന്നൊക്കെ അവൻ കത്തിൽ എഴുതുന്നുണ്ട്. ആ സമയത്തൊക്കെ അവൻ ഒരുപാട് കരയുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയ ശേഷം അവൻ അന്ന് രാത്രി ഹോസ്പിറ്റലിലെത്തി റായിമിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അവൻ മനസ്സിലാക്കിയ ഒരു സ്ഥലത്തേക്കാണ് അവൻ അവളെ കൂട്ടിക്കൊണ്ടു പോയത്. മഴ പെയ്യുന്ന ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് അവൻ കുറച്ച് സമയം വീണ്ടും അവൾക്കൊപ്പം വണ്ടിയിലിരിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഏറ്റവും സെൽഫിഷായിട്ടുള്ള തീരുമാനമാണിത്, നിനക്കെന്നെ മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ ഒരിക്കൽ കൂടി അവളോട് പറഞ്ഞ ശേഷം അവൻ വണ്ടിയുമായി മഴ പെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.